ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ പുതിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു, ആർമി മെഡിക്കൽ ടെസ്റ്റിൽ ലേസർ സർജറി ചെയ്താൽ കുഴപ്പമുണ്ടോ, അൺഫിറ്റ് ആകുമോ എന്നൊക്കെ. അതിനെപ്പറ്റി ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ആർമി മെഡിക്കൽ ഐ ടെസ്റ്റിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ കയറി കാണുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെയും നമ്മുടെ വാട്സപ്പിലൂടെയും ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഇന്ത്യൻ ആർമിയുടെ പുതിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്ന് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസും ജോബ് നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ആർമി 2020 ജനുവരി 21 പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷനാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട്. ഈ നോട്ടിഫിക്കേഷനിലെ കണ്ണിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം April 1, അതായത് ഇപ്പോൾ തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി വരുന്ന റിക്രൂട്ട്മെൻറ്റുകളിലെല്ലാം ഈ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ ഇവിടെ 2 ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നോ കെരാറ്റോ റിഫ്രാക്ട് പ്രൊസീജിയർ ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട്. അതായത് കെരാറ്റോ റിഫ്രാക്റ്റിക് പോലെയുള്ള സർജറി നമ്മുടെ കണ്ണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺഫിറ്റ് ആകുന്നതാണ്. രണ്ടാമത്തെ പോയിൻറ്റ്, നെയ്തർ ദ ഇൻഡിവിജ്വൽ നോർ ഹിസ് പേരൻസ് സഫർ ഫ്രം നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതായത് നമ്മൾക്കോ നമ്മുടെ പേരൻസിനോ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഉണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് ആവുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കണ്ണിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഇന്ത്യൻ ആർമിയിലെ പോസ്റ്റുകളെ 2 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഏതൊക്കെ പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജനറൽ ഡ്യൂട്ടി, DVR, GNR തുടങ്ങിയ പോസ്റ്റുകൾക്ക് ഐ സ്റ്റാൻഡേർഡ് 6/6 ആയിരിക്കണം. 2 കണ്ണുകൾക്കും ഈ സ്റ്റാൻഡേർഡ് ബാധകമായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ 6/6 എന്താണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റേ വീഡിയോ കണ്ടിരിക്കുക. ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 6/6 എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് നമ്മൾ എലിജിബിൾ അല്ല. ലോങ് സൈറ്റ് ആണെങ്കിൽ +0.0 വരെ നമുക്ക് കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ പോസ്റ്റുകൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ കണ്ണിന് വേണ്ടത്. ഇനി അടുത്തതായി പറയുന്നത് സോൾജിയർ, ക്ലർക്ക്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകൾക്കാണ്. അവർക്ക് വേണ്ടത് ഐ വിഷൻ 6/36 ആണ്. 2 കണ്ണുകൾക്കും ഇത് ബാധകമാണ്. ഷോർട്ട് സൈറ്റ് -2.5ഉം ലോങ് സൈറ്റ് +2.5 വരെയും ആപ്ലിക്കബിൾ ആണ്. അതുവരെയുള്ളവർക്ക് കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കണ്ണിന് എത്രമാത്രം വിഷൻ ഉണ്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ പോസ്റ്റ് തിരഞ്ഞെടുക്കാൻ. പോസ്റ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായി പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ലേസർ സർജറി ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നാണ്. കഴിഞ്ഞ വർഷം വരെ ചില ലേസർ സർജറികൾ ആപ്ലിക്കബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ജനുവരിയിൽ വന്ന ഈ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറയുന്നുണ്ട്, ലേസർ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അൺഫിറ്റ് ആകുന്നതാണ്. നമുക്കൊരു ജവാനായി ആർമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ ലേസർ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓഫീസേഴ്സ് പോസ്റ്റിലാണെങ്കിൽ നമുക്ക് ഈ ലേസർ സർജറി കുഴപ്പമില്ല. കഴിഞ്ഞ ജനുവരിയിൽ വന്ന നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത്. ഈ നോട്ടിഫിക്കേഷനിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. പലർക്കും ഈ പുതിയ നോട്ടിഫിക്കേഷനെ പറ്റി ഒരു അറിവും ഉണ്ടായിരിക്കില്ല. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഇതുപോലെ ഇടുന്ന വീഡിയോസും ജോബ് നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ആയി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.